സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷവും കുറേ ആളുകൾ അല്ലെങ്കിൽ കുറേ വ്യക്തികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ സ്നേഹം, സുധിച്ചേട്ടനോടുള്ള സ്നേഹം അല്ലെങ്കിൽ രേണുവിനോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴും ആളുകൾ അതിനകത്ത് കാണുന്നത് നിങ്ങളിതിനെ കച്ചവടവൽക്കരിക്കണു, നിങ്ങളിത് വിറ്റ് പണമാക്കണു, ഇത് മോണിറ്ററി ബെനിഫിറ്റ് ആക്കണു എന്നൊക്കെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ കാണിക്കാൻ പറ്റണു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ആളുകൾ മനസ്സിലാക്കണില്ലല്ലോ എന്ന് തോന്നിയിട്ട് ആ സമയത്ത് ശരിക്കും വിഷമം ഫീൽ ചെയ്തിരുന്നോ? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ആളുകൾക്ക് പല ചിന്താഗതിയാണ് അല്ലേ. ഇപ്പം നമ്മൾ ഓരോരുത്തർ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ എന്താ ഇപ്പം വിഷ്ണു ചിന്തിക്കുന്ന വിഷ്ണുവിനെ അറിയത്തുള്ളൂ. ഇപ്പം നമ്മൾ രണ്ട് സംസാരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ എന്താ നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ല, മറ്റുള്ളവർക്കും അറിയില്ല. അപ്പൊ ഓരോ മനുഷ്യർക്കും ഓരോ ചിന്തകളും ഓരോ കാര്യങ്ങളുമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇവർ ഈ പറയുന്ന പോലെ കച്ചവടവൽക്കരിക്കുകയോ ഒന്നും അല്ലായിരുന്നു ആരും. എല്ലാവരും സുധിച്ചേട്ടൻ അത്ര ഒരു സാധു മനുഷ്യനും ഒരു പാവത്താനുമായിരുന്നു ഉള്ള കാര്യം പറയാമല്ലോ. എൻ്റെ ഹസ്ബൻഡായിട്ട് പറയല്ല, അടുത്തറിയാവുന്നവർ എല്ലാവർക്കും അറിയാമായിരുന്നു. സഹപ്രവർത്തകരാണേലും അവരവരുടെ സ്നേഹം കാണിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് കച്ചവടമോ ഒന്നുമില്ലായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും സ്നേഹത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും നല്ലൊരു, നമുക്കല്ല സുധിച്ചേട്ടൻ്റെ മക്കളുടെ വീട്. ഇനി നമുക്കെന്ന് പറയുമ്പോൾ ആൾക്കാർ കമന്റ് ഇവൾക്ക് വീട് കിട്ടി, എൻ്റെ പേരിലല്ല വീട്. 100-110 പ്രാവശ്യം ഞാൻ പറഞ്ഞെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു കമന്റെങ്കിലും കാണും, ഇവളുടെ വീടാണ്, ഇവൾ ആ പിള്ളേരെ അടിച്ചിറക്കും. ഇതൊക്കെയാണ് പറയുന്നത്. എൻ്റെ വീടല്ല ഇത്, സുധിച്ചേട്ടൻ്റെ മക്കളുടെ വീടാണ്. കുഞ്ഞു കൊച്ചിന് ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. മൂത്ത മോൻ ഇപ്പം പഠിക്കാൻ പോയേക്കുവാണ്, അവൻ കൊല്ലത്ത് അവധിക്ക് വരും. ക്രിസ്മസിന് വന്നായിരുന്നു. കുഞ്ഞിനെ കാണണമെന്ന് എപ്പം തോന്നിയാലും അവൻ ഓടി വരും. അമ്മ ഞാൻ ഇന്ന് വീട്ടിലോട്ട് വരുവാണെങ്കിൽ കൊച്ചിനെ കാണണം. അവൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത്, ഫ്ലവേഴ്സാണ് അവനെ പഠിപ്പിക്കുന്നത്, അഡ്മിഷൻ എടുത്ത് കൊടുത്തത്. VFSC ആനിമേഷൻ പഠിക്കും അവൻ കൊല്ലത്ത് അറേന കോളേജ്. അപ്പം അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇല്ലാത്തത്. അതിനും കമൻസ് വരും, അവനെ അടിച്ചിറക്കി. ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറവുണ്ടെന്ന് തോന്നുന്നു കമന്റിലൊക്കെ. അപ്പം എൻ്റെ വീടല്ല, ഇപ്പോഴും പറയാണ് ഇത് എൻ്റെ വീടല്ല, ഇത് സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത വീടാണ്. ഞാൻ അവരുടെ അമ്മയോട് ഇവിടെ താമസിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ രേണുവിൻ്റെതായിട്ടുള്ളൊരു ജീവിതം, രേണുവിൻ്റെതായിട്ടുള്ള സമ്പാദ്യം, രേണുവിൻ്റെതായിട്ടുള്ള സമയം, അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കണ്ടേ? എൻ്റേതായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടനും മക്കളും നമ്മുടെ ഫാമിലി ആയിരുന്നല്ലോ നമുക്ക് ഇത്രയും നാളും. അതായിരുന്നു ലോകം. അതായിരുന്നു ലോകം. പിന്നെ അല്ലാതെ നമുക്ക് വലിയ ലോകങ്ങളൊന്നുമില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടനുള്ള സമയത്ത്, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ ഇവിടെ ഈ ഭൂമിയിൽ ജീവനോട് ഇരുന്ന സമയത്ത് ആർക്കും ഞങ്ങളെ അറിയത്തില്ലായിരുന്നല്ലോ. ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ ആർക്കെങ്കിലും അറിയുന്നത്. അതിനകത്ത് എന്താ പറയാ, സുധിച്ചേട്ടനുള്ള പോലെ തന്നെ എന്താ പറയാ, ഇപ്പോഴും എനിക്ക് ഉള്ള പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഒതുങ്ങിക്കൂടാനാണ് താല്പര്യം. ഇപ്പൊ പിന്നെ മക്കളുടെ ഭാവി, മക്കളെ നോക്കി ജീവിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാ. പിന്നെ നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ട്. ജോലി കിട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുക, അത്രയുള്ള ആഗ്രഹം. നാളത്തെ പറ്റി എനിക്ക് ഇപ്പം ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു നാളത്തെ കാര്യം ദൈവത്തിൻ്റെ കയ്യിലല്ലേ, അപ്പോൾ ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ഈ സുധിച്ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്തായിരുന്നു? അല്ലെങ്കിൽ അധികം ആളുകളിൽ കാണാത്ത, എപ്പോഴും രേണു ഓർത്തിരിക്കുന്ന, സുധിച്ചേട്ടൻ ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന ക്വാളിറ്റി എന്താ? ഭയങ്കര സിമ്പിളായിരുന്നു ആള്. ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഇപ്പം പുള്ളിക്ക് പെട്രോൾ ഇപ്പം അടിക്കാൻ പറ്റിയില്ലെങ്കിൽ നടന്നു പോകുമായിരുന്നു കവലയ്ക്ക്. ഞങ്ങൾ അവിടെ പണ്ട് താമസം കൊടുത്ത് കവലയ്ക്ക് നടന്നു പോയി സാധനം മേടിച്ചോണ്ട് ഇപ്പം അവിടെ നിൽക്കുന്ന പുള്ളി ആരും മൈൻഡ് ചെയ്തില്ല. പുള്ളി അങ്ങോട്ട് പറയും അപ്പച്ച അമ്മച്ചി എന്ന് പറഞ്ഞ് ഓടിച്ചത് മക്കളെ എന്ന് പറഞ്ഞ് എന്ന് വിളിക്കുക, അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതി. അതെല്ലാവരും പറയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു അച്ഛനായിരുന്നു പിള്ളേർക്കാണേലും. എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ കൂടെ ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു. പിന്നെ ഒരു ചില സമയം അച്ഛനായിട്ട് ബിഹേവ് ചെയ്യും, അങ്ങനെയൊക്കെയായിരുന്നു ചേട്ടൻ. ഭയങ്കര ഒരു എന്താ പറയാ, മറ്റാരിലും കാണാത്തൊരിതാണ് ഏട്ടൻ്റെ ഒരു സ്വഭാവം. എനിക്കൊരു 5-6 വർഷത്തെ പരിചയമുള്ളൂ, ദാമ്പത്യ ബന്ധമേ ഉള്ളൂ. ഞാൻ 6 വർഷം കൂടെ. കറക്റ്റ് 6ാമത്തെ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി മെയ് 7-ാം തീയതി. അപ്പം അന്ന് ചേട്ടനും മറന്നുപോയി, ഞാനും മറന്നുപോയി. ലാസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയി. മെയ് 7 ചേട്ടൻ വെളുപ്പിന് ഷൂട്ടിന് പോയി, റിഹേഴ്സലിന് പോയി, കിച്ചുവായിട്ട് പോയി. കിച്ചുവായിരുന്നു വണ്ടി ഓടിക്കുന്നത്, അവനുമായിട്ട് പോയി. ഇപ്പം ഞാൻ കോൾ ചെയ്ത് പിന്നെ അറിഞ്ഞു 7 നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, സുധിച്ചേട്ടാ ഇന്നത്തെ പ്രത്യേകത വല്ല ഓർമ്മയുണ്ടോ? വാവക്കുട്ട എന്ത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഒരൊറ്റ കരച്ചിൽ സുധിച്ചേട്ടൻ. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ കാര്യം, നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കല്ലോ. അപ്പം ഇങ്ങോട്ട് എന്നോട് പറയാം, ഞാൻ മറന്നു പോയതാവട്ടെ, വെളുപ്പിനെങ്കിൽ ഷൂട്ടിന് വന്നതല്ലേ, റിഹേഴ്സലിന് വന്നതല്ലേ, അപ്പം നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാറ്. പക്ഷെ അത് വന്നില്ല, ഇടയായില്ല. മെയ് 7-ന് വെഡിങ് ആനിവേഴ്സറി, ജൂൺ 5-ന് ഏട്ടൻ ലോകം വിട്ടുപോയി. ഈ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു സത്യം പറഞ്ഞാൽ ഏകദേശം ഇതുപോലുള്ളൊരു വീട്? ഇതുപോലെയെന്നല്ല, ആൾക്കൊരു ചെറിയ വീട് ഭയങ്കര
ഒരു കൊച്ചു വീട്. ഇത്രയും വീട് നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ എന്തായാലും ഒരു വീട് വെക്കുമ്പോൾ ഒരു ചെറിയ വീട്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നവും. പക്ഷെ അതിലപ്പുറം ഒരു വീട് ഇപ്പം അദ്ദേഹം പോയെങ്കിലും തന്നു. അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ വീട്, അദ്ദേഹത്തിൻ്റെയാണ് ഈ വീട്. എന്നും അദ്ദേഹത്തിന്റെ സ്ഥാനം അലങ്കരിക്കാൻ ഇവിടെ വേറെ ആരും, ആ സ്ഥാനത്ത് ആരും ഉണ്ടാവത്തില്ല ഈ വീട്ടിലുണ്ടാവത്തില്ല. സുധിലയം എന്ന് പേരിടാൻ എത്ര സമയം എടുത്തു? സുധിലയം അവർ തന്നെയാണ് ഈ വീട് വെച്ച് തന്നത്. ഇതിപ്പം ഈ വീടിന്റെ കഥയെന്ന് വെച്ചാൽ, നമുക്ക് വീടില്ലായിരുന്നു. നമ്മൾ വീടിന് കൊറോണ ടൈമിൽ അഡ്വാൻസ് കൊടുത്തിട്ട് അതൊക്കെ പോയി. പിന്നെ കൊറോണ സമയത്തായപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര പ്രശ്നങ്ങളും കാര്യം, സുചേട്ടനും ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യമായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് പിന്നെയാണ് പെട്ടെന്ന് സുചേട്ടൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരാൻ തുടങ്ങിയപ്പോഴാണ് മരണം കൊണ്ടുപോയത്. പിന്നെ വീടില്ലാത്ത അവസ്ഥ. ഞാനും കിച്ചു, എനിക്കും അതാണ്. സുചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കിച്ചു എനിക്ക് ഒരു ദിവസം കഴിഞ്ഞ് അമ്മ നമുക്ക്, അവൻ്റെ ചിന്ത അതായിരുന്നു, എന്നോട് പറഞ്ഞായിരുന്നു, അയ്യോ വീടില്ല നമുക്കിനി, ഞാൻ എങ്ങനെ കുഞ്ഞിനെ നോക്കും അമ്മേനെ നോക്കും എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു അവന്. അറിയില്ലല്ലോ ഇങ്ങനെ. അപ്പം പെട്ടെന്ന് ഫ്ലവേഴ്സ് പറഞ്ഞാൽ ഞങ്ങളുണ്ട്. കാരണം പറയേണ്ടതല്ല, അവരാണ് ഞങ്ങളുടെ കുടുംബം. സുചേട്ടൻ്റെ ഫാമിലി ആയിരുന്നു ഫ്ലവേഴ്സ്. ശ്രീകണ്ഠൻ സാറായാലും ഗോകുല സാറായാലും അനൂപേട്ടനായാലും എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. ലക്ഷ്മി ആണെങ്കിലും എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു അവർ, കേട്ടോ. അപ്പൊ അവരുണ്ടെന്നുള്ളൊരു കരുത്ത് നമുക്ക് തന്നപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ധൈര്യമായി. അപ്പോഴാണ് KHDC എന്ന് പറയുന്ന ആൾക്കാർ വന്ന് ഞങ്ങൾ വീട് കൊടുക്കാം, ഫിറോസിക്കാട് നേതൃത്വത്തിൽ. അപ്പം സ്ഥലമില്ല. സ്ഥലം അപ്പം തൊട്ടടുത്താണ് തിരുമേനി അമ്പലവേലി എന്ന് പറയുന്ന തിരുമേനി നോബൽ ഫിലിപ്പ് അമ്പലവേലിയിൽ. അദ്ദേഹമാണ് 7 സെന്റ് സ്ഥലം പിള്ളേരുടെ പേരിൽ എഴുതി കൊടുക്കുകയും അതുപോലെ വീട് ഇത്രയും മനോഹരമായുള്ള ഒരു വീട് തരികയും ചെയ്തു. അപ്പം അതിൻ്റെ പുറകിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും അധ്വാനം, ആ സംഘടന എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. ഫ്ലവേഴ്സ്, 24, KHDC, അതുപോലെ തിരുമേനി, എല്ലാവരും ആ സംഘടന കൂടെ, സഹപ്രവർത്തകർ, ഒരുപാട് പേര് പറയാത്തവർ, ഒരുപാട് പേരുടെ അധ്വാനവും കാര്യങ്ങളുമാണ് ഈ ഒരു മനോഹരമായി സുധിച്ചേട്ടൻ്റെ ഈ വീട്. അപ്പോൾ സുധിലയം എന്നുള്ള പേര് അവർ തന്നെയാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചത്. സുധിലയം ഇട്ടോട്ടെ, നല്ല പേരല്ല. അപ്പൊ ഞാൻ എന്തുണ്ടായാലും ഞാൻ ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം പറയാറില്ല. മൂത്ത മോനുണ്ട്, കുഞ്ഞിനെ അറിയത്തില്ലല്ലോ, അവനറിയില്ല. മൂത്ത മോനോട് ഞാൻ ചോദിച്ചു, കിച്ചനോട് ചോദിച്ചു, കിച്ചു എങ്ങനാ അമ്മ നല്ല പേരല്ലേ ഇട്ടോളം പറയാം. അങ്ങനെയാണ് ഈ പേരിട്ടത്. ഈ കോവിഡിന്റെ സമയത്ത് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയത്. ആ സമയത്ത് പക്ഷെ ക്രിയേറ്റീവായിട്ട് അദ്ദേഹം വെബ് സീരീസുകൾ ചാനലൊക്കെ തുടങ്ങി ഒരു 4-5 ചെറിയൊരു വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴാണ്. അപ്പം ഈ കോവിഡിന്റെ സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത് കടന്നുപോയിട്ടുണ്ടായിരുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ ഭയങ്കര ഭീകരമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്തായിരുന്നു ആ സമയത്തെ അവസ്ഥ? അതിപ്പം നമുക്ക് മാത്രമല്ല, എല്ലാ കലാകാരന്മാരുടെ ഫാമിലിയും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കാലമാണ് കോവിഡ് സമയം. അപ്പം ആ സമയത്തും നമ്മൾ വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഇത് ഇതായി കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് തുടങ്ങുന്നത്. അപ്പോഴും കൂടെ ഞാൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി എല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു. സുചേട്ടൻ്റെ കൂടെ. സുചേട്ടൻ തളർന്നു പോകുന്ന ഒരു ഇതായിരുന്നു, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, സുചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, നമുക്ക് മുന്നോട്ട് പോകാന്നേ, ആ ഒരു ധൈര്യം ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പം അന്നും ഇപ്പം സുധിച്ചേട്ടൻ പോയി കഴിഞ്ഞുള്ള ധൈര്യമല്ല, എനിക്ക് അന്നും ഒരു ധൈര്യം ഞാൻ സുധിച്ചേട്ടനെ കൊടുക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഞാനാണ് പറയുന്നത്, സുധിച്ചേട്ടാ വിഷമിക്കേണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പിന്നെ ഒരുപാട് പേര് പറയാൻ പറ്റാത്തവരും പറഞ്ഞവരും ഒരുപാട് പേര് ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഒരുപാട് പേര് നേരിട്ട് വന്നും അല്ലാതെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു നമ്മളെ. അങ്ങനെ ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നു അന്നും, സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നവരുടെ.